മാലാഖ നോവൽ അധ്യായം 6. എന്നത്തെയും പോലെ ഇന്നും ദിവ്യ ഡെസ്കിൽ പ്ലേറ്റ് വെച്ച് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പുഴുക്കളുണ്ടോ എന്നാണ് അവളുടെ നോട്ടം. കറുത്ത തലയും മഞ്ഞ നിറവുമുള്ള അവറ്റകളുടെ സൂക്ഷ്മ ശരീരം കണ്ടുപിടിക്കണമെങ്കിൽ സൂക്ഷിച്ചു നോക്കണം. മുമ്പ് 2 തവണ അവൾ പുഴുവിനെ കണ്ടെത്തുകയും ഭക്ഷണം കഴിക്കാതെ കളയുകയും ചെയ്തിട്ടുണ്ട്. കിട്ടിയ ഭക്ഷണം കളഞ്ഞാൽ പകരം വേറൊന്നും കിട്ടാനുമില്ല. പട്ടിണി കിടക്കുകയല്ലാതെ ഗത്യന്തരമില്ല. പുറത്തുപോയി വാങ്ങാൻ അനുമതിയോ അടുത്തെങ്ങും കടകളോ ഇല്ല. ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരുന്ന നീ പട്ടിണി കിടന്ന് ചാകും. കയ്യിൽ കിട്ടുന്നത് കഴിക്കുക, പുഴുവിനെ കണ്ടാൽ എടുത്തു കളഞ്ഞിട്ട് പിന്നെയും കഴിക്കുക. റിനി തോമസ് അവളോട് പറഞ്ഞു. എനിക്ക് ഓക്കാനം വരും, ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും. ജിബിയ തൻ്റെ ദുരവസ്ഥ വെളിപ്പെടുത്തി. സാരല്ലടോ, പോകെ പോകെ നീ പഠിച്ചോളൂ. ഞങ്ങളൊക്കെ ആദ്യം നിന്നെപ്പോലായിരുന്നു. വിശന്ന് പൊരിയുമ്പോൾ കണ്ണടച്ചു പിടിച്ചിട്ടെങ്കിലും കഴിക്കാൻ നിവൃത്തിയില്ല. റിനി ജിബിയേക്കാൾ 2 ആഴ്ച മുമ്പ് വന്നു ചേർന്നവളാണ്. ജിബിയ അറപ്പുളവാക്കുന്ന ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കപ്പെട്ടവളെ പോലെ ഒരറ്റത്തു നിന്നും നുള്ളിയെടുത്ത് തീരെ താല്പര്യമില്ലാതെ കഴിച്ചു തുടങ്ങി. പകുതിയോളം കഴിച്ചിട്ട് ബാക്കി വന്നത് വേസ്റ്റ് ബിന്നിൽ തട്ടിയിട്ട് മെസ്സിൽ നിന്നും പുറത്തു കടന്നു. ഹോസ്റ്റൽ റൂമിലേക്ക് നടക്കുമ്പോൾ ആതിര വന്ന് ചോദിച്ചു, ഇന്ന് റാഗിങ് ഉണ്ടാവോ? എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. ചങ്ങനാശ്ശേരിക്കാരിയാണ് ആതിര. എനിക്ക് മടുത്തു. വീട്ടിലെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഈ ചേച്ചിമാർക്കൊന്നും ഒരു മനസാക്ഷിയില്ലേ? ആതിര ചോദിച്ചു. അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ. അപ്പോഴല്ലേ അവർ നമ്മളോട് മര്യാദ കാണിക്കേണ്ടത്. അവർ ഹോസ്റ്റൽ റൂമിലെത്തി. ദിവ്യ ഫോൺ എടുത്തുകൊണ്ട് മുറിക്കോണിലേക്ക് നീങ്ങി. ഫോൺ ഹോസ്റ്റലിൽ അനുവദനീയമല്ല എന്നാണ് വയ്പ്. എന്നിരുന്നാലും എല്ലാവരുടെയും കൈവശം ഫോണുണ്ട്. അത് മാനേജന്റ് അറിയാവുന്നതാണ്. ജിബിയ വീട്ടിലേക്ക് മിസ് കോൾ വിട്ടിട്ട് വെയിറ്റ് ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ കോൾ വന്നു. ജിബിയ പതിഞ്ഞ സ്വരത്തിൽ പ്രതികരിച്ചു. ഹലോ, ഇന്നലെയും മിനിഞ്ഞാന്നും വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തത്? ഇവിടെ റൂമിൽ സീനിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിലോ? എന്തിന്? റാഗിങ്. അവിടെ അതും തുടങ്ങിയോ? പുതുതായിട്ട് വരുന്ന എല്ലാവരെയും സീനിയേഴ്സ് റാഗ് ചെയ്യും. നിന്നോടവർ എന്നാ ചെയ്തു? ഒരു തീപ്പെട്ടിക്കമ്പ് തന്നിട്ട് അത് വെച്ച് റൂം മുഴുവൻ അളക്കാൻ പറഞ്ഞു. തീപ്പെട്ടിക്കമ്പ് കൊണ്ട് ഒരു മുറി മുഴുവനോ? പിന്നല്ലാതെ, പാതിരാത്രിയായി തീർന്നപ്പോൾ. മിനിഞ്ഞാന്ന് രാവിലെ കസേരകളി. കസാരയൊന്നുമില്ല, കസാരയുണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്നിരിക്കണം. ഇതൊക്കെ എന്നാ പോക്കൂത്താ? ഇതങ്ങൾക്ക് വീട്ടിലും മേലെയോ അനിയത്തിമാരൊന്നുമില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ട് എന്നാ കിട്ടാനാ? ഇതൊന്നും അല്ല മമ്മി, വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്. പടം വരപ്പിക്കല്, സീനിയേഴ്സിൻ്റെ ഡ്രസ്സ് കഴിവരെ കഴുകിപ്പിക്കല് എന്നാ പറയണം. നിങ്ങൾക്ക് ഇതിൻ്റെ അധികാരികളോട് പറയാൻ മേലെ. ഓ, ഇതിനൊക്കെ അവർ കണ്ണടക്കത്തുള്ളൂ. ബസ്സിൽ നഴ്സിംഗ് കോളേജിലേക്ക് പോകുന്ന ടീച്ചർമാരുണ്ടെങ്കിലും അവരും റാഗുകയില്ലേ? അവർക്കും ഇതൊക്കെ അറിയാന്നേ. കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. വിൻസി വേവലാതി പൂണ്ടു. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുപടി, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എൻ്റെ മമ്മി, ഇവിടുത്തെ ഫുഡ് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ മമ്മി കൊടുക്കുന്ന ഫുഡ് സൂപ്പറാ. അത് കിട്ടിയാലും മതിയായിരുന്നെന്ന് തോന്നും. അത്രയും കൊള്ളത്തില്ലയുടെ മോളെ. ഒന്നും പറയണ്ടെന്നെ മമ്മി. ഒന്നിനും രുചി അശേഷമില്ലെന്ന് മാത്രമല്ല, അരുചി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നും. ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണയൊന്നുമില്ല അമ്മേ. കടുകെണ്ണയും കടലെണ്ണയൊക്കെയാണെന്നാ എന്താണെന്ന് അറിയാൻ വയ്യ. ഒരു വല്ലാത്ത മണവും രുചിയും. എന്തുണ്ടാക്കിയാലും നമ്മുടെ നാട്ടിലെ പോലെ അന്യനാട്ടിൽ കിട്ടുമോ മോളെ? നീ അതുകൂടി വിചാരിക്കണ്ടേ? എനിക്കിവിടുന്ന് പോന്നാൽ മതി. എന്നെക്കൊണ്ട് വയ്യ. 3-3.5 കൊല്ലം ഇവിടെ എങ്ങനെ ജീവിച്ചാൽ ഞാൻ ചത്തുപോകും. നീ മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, വേറെയും പിള്ളേരല്ലേ. അവരൊക്കെ നിന്നെപ്പോലെ തന്നെയല്ലേ. ഞാനിങ്ങനെയൊന്നും കഷ്ടപ്പെട്ടില്ല മമ്മി. മമ്മിക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഒന്നും അറിയണ്ടല്ലോ. ജിബിയുടെ കണ്ട വിടറി. നീ കഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിന്റെ പപ്പ എല്ലുമുറിയെ പണിയെടുത്തിട്ടാണെന്ന് ഓർത്തോ. സ്പൂണിൽ കോരിത്തരുമ്പോൾ അതിൻ്റെ പുറകെ ആരുടെയെങ്കിലും കഷ്ടപ്പാടും വേർപ്പും ഉണ്ടെന്ന് വിചാരിച്ചോണം. ജിബിയ പിന്നെയും ആവലാതിയൊന്നും പറഞ്ഞില്ല. വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം ഫോൺ നിർത്തി. സ്റ്റഡി ടൈമിൽ സീനിയേഴ്സ് എത്തി. ഇന്നത്തെ റാഗിങ് എന്തായിരിക്കുമെന്നോർത്ത് ഭയന്നിരിക്കുകയായിരുന്നു റിനിയും ജിവയും. റൂമിലെ പുതിയ സ്റ്റുഡൻറ് അവർ 2 പേരും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും ഇരിപ്പില്ലടി. വന്നയുടൻ ജിബിയയോട് മരിയ ഫിലിപ്പ് ചോദിച്ചു. ഇനിയൊന്നുമില്ല. ഇല്ലേ? നല്ലപോലെ ഒന്നുകൂടെ നോക്ക്. വീട്ടിൽ നിന്നും മമ്മി പാക്ക് ചെയ്തുന്ന അവലോസ് പൊടിയും അരിയുണ്ടയും അച്ചപ്പമൊക്കെ തിന്നു തീർത്തവരാൻ പിന്നെയും ആവശ്യപ്പെടുന്നത്. ഒന്നുമില്ലെന്നേ. ജിബിയ കൈമർത്തി. നിന്റെ പെട്ടിയോടെ കാണട്ടെ, മരിയ ഫിലിപ്പ് ആവശ്യപ്പെട്ടു. ഗത്യന്തരമില്ലാതെ ജിബിയ തൻ്റെ സ്യൂട്ട് കേസ് എടുത്ത് ബെഡിൽ വെച്ചു. അപർണെ, സെർച്ച് ചെയ്യ്, മരിയ കൽപ്പിച്ചു. അവളോടൊപ്പം വന്ന അപർണ പെട്ടിയിലെ വസ്ത്രങ്ങൾക്കിടയിൽ കൈയിട്ടു.
അവൾ ഒരു ജാറും പ്ലാസ്റ്റിക്കും പാക്കറ്റ് തപ്പിയെടുത്തു. മരിയ ജാർ തുറന്ന് നോക്കി. ഹായ്, ലൈം പിക്കിൾ. അവൾ അതിൽ വിരലിട്ട് നക്കി. സൂപ്പർ. ഞൊട്ടി നുണഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഇതെന്താണ്? പ്ലാസ്റ്റിക് പാക്കറ്റ് കാട്ടിക്കൊണ്ട് മരിയ ചോദിച്ചു. ചമ്മന്തിപ്പൊടി. ദിവ്യ പരങ്ങി. ഇതാണോടെ നീ പറഞ്ഞ ഒന്നുമില്ലെന്ന്? പലഹാരങ്ങളൊന്നുമില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മരിയ ഫിലിപ്പ് ജിബിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു വരച്ചു. കള്ളം പറയുന്നോടെ. നീ എന്നെയൊക്കെ നിന്റെ അമ്മ ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന പേരുകളൊക്കെ എന്തൊക്കെയാണോടെ? ദിവ്യ മിണ്ടാതെ നിന്നു. നിന്റെ വായിൽ പഴം ഞങ്ങൾ കുത്തിക്കറ്റും. പറഞ്ഞ മര്യാദയ്ക്ക്. നന്ദി കെട്ടവള്, എണ്ണം കെട്ടവള്, മടിച്ചിക്കോത. ജിബിയ താഴ്ത്തി പറഞ്ഞു. നല്ല ഒന്നാന്തരം പേരുകൾ. നിനക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. കള്ളം പറഞ്ഞതിന്റെ പ്രായശ്ചിത്തമായിട്ടേ നീ ഒരു കാര്യം ക്രിസ്ത്യാനിയല്ലേ നീ? അതെ. ശുദ്ധീകരണ സ്ഥലത്ത് പാപമോചനം കാത്തുകിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒന്ന് ചെല്ല്. ഒന്നും വിട്ടുപോകരുത്. അനുസരിക്കുകയേ തരമുള്ളൂ. ജിബിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. നീ കരയാൻ പോകണോ? എന്നാ നീ മുട്ടുമേൽ നിന്നുകൊണ്ട് കൈവച്ച് പിരിച്ചു കണ്ണീരോടെ പ്രാർത്ഥിക്കും. മരിയെ കൽപ്പിച്ചു. ജിബിയ മുട്ടിന്മേൽ നിന്ന് 2 കൈകളും വലിച്ചു പിടിച്ചു പതിയെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഉച്ചത്തെ വേണം, ഈ റൂമിലുള്ളവർക്കെല്ലാം കേൾക്കണം. ജിബിയ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അടച്ചുപിടിച്ച് പ്രാർത്ഥന തൊല്ലുറക്കെ ചൊല്ലിത്തിറങ്ങി. മരിയയുടെ കൂടെ 4 സീനിയർ പെൺകുട്ടികളും ഇടയ്ക്കിടയ്ക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പ്രാർത്ഥന മുഴുവൻ ചൊല്ലിത്തിരുന്നവരെ റാഗിൻ സംഘം അവിടെ ഉണ്ടായിരുന്നു. കൊള്ളാം, നിനക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും. ജിബിയുടെ തലയിൽ വെച്ച് കൈവച്ച് ആശീർവദിച്ചിട്ട് മരിയ ഫിലിപ്പും തന്റെ സംഘത്തോടൊപ്പം തിരികെ പോയി. കൂട്ടത്തിൽ അച്ചാറിന്റെ ജാറും ചമ്മന്തി പാക്കറ്റും കൊണ്ടുപോയി. രാത്രി മുഴുവൻ ജിബിയ ബെഡിൽ കിടന്ന് കരഞ്ഞു. അടുത്ത ദിവസം തന്നെ പഠിപ്പ് മതിയാക്കി തിരിച്ചു പോകണമെന്ന് അവൾ തീരുമാനിച്ചു. എന്നാൽ നേരം വെളുത്തപ്പോൾ ആ തീരുമാനത്തിന്റെ വക്കുമൂലയെ മറന്ന് ശിഥിലമായി. പപ്പയും മമ്മിയും ഓർത്തപ്പോൾ മനസ്സിടിഞ്ഞുപോയി. ഇതുവരെ മുടക്കിയ പൈസയും വെറുതെ ആകുമല്ലോ എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. പിറ്റേന്ന് നഴ്സിംഗ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ജെയ്സൺ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ വല്ലാതിരിക്കുന്നത്? ഓ, ഒന്നുമില്ല. ഇന്നലെ റാഗിങ് ഉണ്ടായി. അതെന്നും ഉണ്ടാവുമെന്നേ. ഫ്രഷ് ഇട്ട വരെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ നിർത്തും. ഇവരൊന്നും മനുഷ്യരല്ലേ? ജിവിയ അമർഷത്തോടെ തിരക്കി. ഞാൻ വന്നത് വേറൊരു സീരിയസ് മാറ്റർ പറയാനാ. ചിലപ്പോൾ പുതിയ ബാച്ചുകാർക്ക് 1 വർഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ജെയ്സൺ പറഞ്ഞു. അതങ്ങനെ? ഓരോ നഴ്സിംഗ് സ്കൂളിലും ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന സീറ്റ് ലിമിറ്റ് ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ അലോട്ട്മെന്റ് ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ 3 ഇരട്ടി സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടാതെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വർഷത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞെന്നാണ് കേട്ടത്. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലോ, തിയറിയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ മുറ പോലെ നടക്കും. എക്സാം എഴുതേണ്ട സമയമാകുമ്പോൾ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ എല്ലാം വെറുതെയാവും. അത് ചതിയല്ലേ ഏട്ടാ? നമ്മളോട് ഫീസ് വാങ്ങിച്ച് ഹോസ്റ്റൽ ഫീസ് ഈടാക്കിയിട്ട് അവസാനം പറ്റിക്കാനാണോ? ഒന്നും കരുതിയിരുന്നോ? അങ്ങനെ ശ്രമിച്ചാൽ എല്ലാവരും കൂടി സമരം ചെയ്യണം. മുടക്കിയ പൈസ തിരിച്ചു വാങ്ങണം. ജെയ്സൺ ഓർമ്മപ്പെടുത്തി. ജിബിയുടെ സമാധാനം പോയി. അങ്ങനെ സംഭവിക്കുമോ? ഇത്രയും പൈസ മുടക്കിയിട്ട് വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ? ജിബിയ നാനാന്തരം ആശങ്കകളുടെ ചുഴിയിൽ വീണു. ജയപ്രകാശിനെയും പവിത്രയും വിരുന്നിന് ക്ഷണിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ അമ്പഴത്തിങ്കൽ വീട്ടിൽ വെച്ച് ഒരു കൂടിയാലോചന നടന്നു. പവിത്രയ്ക്ക് കൊടുത്ത ഫോണിലേക്ക് അജിതാമ്മ വിളിച്ചപ്പോൾ സുഭദ്രമ്മ കോൾ എടുത്തതും പവിത്ര ആ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് സുഭദ്ര വിലക്കിയതും അജിതാമ്മ ബന്ധുക്കളെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. സുദർശനും അമർഷത്തിലായിരുന്നു. അജിതാമ്മയും അച്ഛനും അമ്മയും ആങ്ങളമാരും സുഭദ്രക്കെതിരായ കർശനമായ നിലപാടെടുക്കണമെന്ന് വാദിച്ചു. നമ്മുടെ പെങ്കൊച്ചിന് ഒരു മൊബൈൽ കൈവെക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വീട്ടിൽ അവളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അജിതാമ്മയുടെ അമ്മ രോഷത്തോടെ പറഞ്ഞു. പഴയ കാലമൊന്നുമല്ലത്. ഫോണില്ലാത്ത ആരാ ഉള്ളത്? ആ വീട്ടിലോട്ട് കെട്ടിച്ചത് തന്നെ അബദ്ധമായി എന്ന് എനിക്ക് തോന്നുന്നു. പവിത്രയുടെ അച്ഛൻ സുദർശൻ പറഞ്ഞു. ഇന്ന് നമുക്കവിടെ പോയി സംസാരിക്കാം. അവൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റണമെന്ന് തറപ്പിച്ചങ്ങോട്ട് പറയാം. ശിവരാജൻ അഭിപ്രായ ഐക്യത്തിനായി മറ്റുള്ളവരെ നോക്കി. ഫോൺ കൊടുക്കാൻ പറ്റില്ലെന്ന് ആ തള്ള കട്ടായം പറഞ്ഞു. രമേശൻ ചോദിച്ചു. നമ്മുടെ പെങ്കൊച്ചിനെ വിളിച്ചോണ്ടെങ്കിൽ പോരാ. സത്യാനന്ദൻ പറഞ്ഞു. അജിതാമ്മ ഞെട്ടി. അച്ഛനെന്തായി പറയുന്നേ? എന്നിട്ടെന്ത് ചെയ്യും? ബന്ധം വെറുപെടുത്തിയേക്കണം. അങ്ങനൊരു തള്ളയുടെ കൂടെ അവളുടെ ജീവിതം വലിയ നരകമായിരിക്കും. സത്യാനന്ദൻ പറഞ്ഞു. ജയപ്രകാശിന്റെ വീട്ടുകാരുമായി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണമെന്ന് അജിതാമ്മയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ഉറപ്പിച്ചു. അജിതാമ്മയ്ക്ക് അതോടെ ആധികാരി. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നടത്തിയ വിവാഹം. നാട്ടുകാരോട് എന്ത് സമാധാനം പറയും? അവർ ധർമ്മസങ്കടത്തിലായി. അധ്യായം 11. ജയപ്രകാശിനെയും പവിത്രയെയും വിരുന്നിന് വിളിക്കാൻ കൊന്നക്കൽ വീട്ടിലെത്തിയപ്പോഴാണ് സുദർശനും ശിവരാജനും സുഭദ്രാമയും അവരെ കണ്ടത്. അപ്പോ മുതൽ അവർ വന്നവർക്കും പവിത്രയ്ക്കുമിടയിൽ കയറി നിൽപ്പാണ്. അച്ഛനോടും ശിവരാജനോടും കയറിയിരിക്കാൻ പോലും ജയപ്രകാശിനെ അമ്മ പറയുന്നില്ല. അതിനു മുമ്പേ പരാതി തുടങ്ങി. ആ സ്വർണമൊക്കെ ഉരുക്കി പണിയിച്ചതല്ലേ? ഉരുക്കി പണിയുമ്പോൾ മാറ്റു കുറഞ്ഞു കാണുമല്ലോ. പുതിയ സ്വർണം ഇങ്ങനെയാണോ? മങ്ങിയിരിക്കുന്നു. സ്വർണത്തിനൊരു തിളക്കം വേണ്ടായോ? വല്ലാത്ത ചതിയായിപ്പോയി. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. ചതിക്കുന്ന കൂട്ടരല്ല.
പറഞ്ഞത്രയും സ്വർണം തന്നു. കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പണ്ടൊക്കെ കല്യാണത്തിനുള്ള പൊന്ന് സ്വർണ്ണപ്പണിക്കാരനല്ലേ പണിഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. സ്വർണ്ണക്കടയിലെ സ്വർണം അങ്ങനെ പണിഞ്ഞുണ്ടാക്കുന്നത് തന്നെയാ. ശിവരാജൻ അല്പം നീരസത്തിലാണ് പറഞ്ഞത്. ഉരുക്കി പണിയുമ്പോൾ പണിക്കാരതിൽ ചെമ്പ് ചേർക്കും. മാറ്റ് കിട്ടണമെങ്കിൽ തങ്കം ചേർക്കണം. ഇതാരെയും കൊണ്ട് പണിച്ചെടുത്തു ഇത്ര കനം കുറച്ച്. വളയൊക്കെ കയ്യിലിട്ടുകൊണ്ട് കിടന്നുറങ്ങിയ രാവിലെ എണീക്കുമ്പോൾ വളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ലേ അതിന് വളാന്ന് പേരിട്ടിരിക്കുന്നത്? സുദർശൻ ചോദിച്ചു. തമാശ പറയാന്നോ? ഞാനുണ്ടല്ലോ കാര്യം പറഞ്ഞതാ. ജയപ്രകാശിനോട് തിരിച്ചു വാങ്ങിച്ച 10,000 രൂപ കൊടുത്തായിരുന്നു. അത് ഞങ്ങൾ തമ്മിലുള്ള വായ്പയാ. അത് ഞാൻ കൊടുത്തോളാം. ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ മതിയോ? കൊടുക്കണ്ടായോ? ശ്രീധരപ്പണത്തിൽ നിന്നല്ലേ തിരിച്ചു വാങ്ങിച്ചത്? അപ്പോഴേക്കും ജയപ്രകാശ് ഓട്ടോ ഓടിച്ച് മുറ്റത്തേക്ക് വന്നു. അയാൾ ഇറങ്ങി വന്ന് അവരോട് കുശലം പറഞ്ഞു. എന്നാ ഇവിടെ നിൽക്കുന്നേ? അകത്തോട്ട് കയറിയിരിക്കാൻ മേലായിരുന്നോ? വാ. ജയപ്രകാശൻ അവരെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തി. അപ്പോഴും സുഭദ്ര അവരുടെ സമീപത്തൊന്നും മാറിയില്ല. സുദർശനും ശിവരാജനും പവിത്രയോട് സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ സുഭദ്രയാണ് എപ്പോഴും നേരെ മുന്നിൽ. ചായയോ വെള്ളമോ ഒന്നും കൊടുക്കാനുള്ള സന്നദ്ധതയുമില്ല. പവിത്രയ്ക്ക് ആ വീട്ടിലെ അടുക്കള തീരെ പരിചയമില്ല. എങ്കിലും അവൾ രണ്ടും കൽപ്പിച്ച് അടുക്കളയിൽ കയറി ചായയ്ക്ക് വെള്ളം വെച്ചു. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ പാലില്ലല്ലോ എന്ന് ഓർത്തത്. അവിടെ പാൽ വാങ്ങിക്കാറില്ലെന്ന് ജ്യോതി പറഞ്ഞത് ഓർമ്മ വന്നു. പവിത്ര കട്ടൻ കാപ്പി തിളപ്പിച്ച് അതിൽ പഞ്ചസാര ചേർത്ത് അച്ഛനും മാമനും കൊണ്ടുപോയി കൊടുത്തു. ശിവരാജൻ അർദ്ധഗർഭമായി പവിത്രയൊന്ന് നോക്കി. ക്ലാസ്സിൽ നിന്ന് ഒരു കവൾ ഒഴിച്ച ശേഷം അയാൾ അത് ടീപ്പോയിൽ വെച്ചു. ഞങ്ങൾ വിരുന്നിന് ക്ഷണിക്കാൻ വന്നതാ, ശിവരാജൻ ജയപ്രകാശിനോടും സുഭദ്രയോടും പറഞ്ഞു. പവിത്രേ, നീ ആ മൊബൈൽ എടുത്ത് നിന്റെ അച്ഛന്റെ കയ്യിലോട്ട് കൊടുത്തേക്ക്. ചെല്ല്. പവിത്ര ഉടനെ മുറിയിൽ കയറി പെട്ടി തുറന്ന് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുവന്ന് അത് സുദർശന്റെ നേരെ നീട്ടി. എന്താ ഇത്? ശിവരാജൻ ചോദിച്ചു. ഇവരുടെ അമ്മ മകൾക്ക് കൊടുത്തു വിട്ടതാ. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ശിവരാജൻ കണ്ണുചുമ്മി. എന്താ കാര്യം? ഇവിടെ പറ്റത്തില്ലെന്ന്. പ്രകാശിന് ഫോണുണ്ട്, എനിക്കും മൊബൈലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിലോട്ട് വിളിച്ചാൽ പോരെ. പവിക്ക് വീട്ടിലുള്ളവരോടൊക്കെ മിണ്ടണമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടേ. പ്രകാശൻ ജോലിക്ക് പോകത്തില്ലേ? അവളുടെ അമ്മയ്ക്കും അച്ഛനും അവളെ ഒന്ന് വിളിക്കണമെങ്കിലോ? എന്റെ മൊബൈലിലോട്ട് വിളിച്ചാൽ മതി. സുഭദ്ര തന്റെ നിലപാടിൽ ഉറച്ചു. പവിയുടെ കൈ ഫോണിലിരുന്നാൽ എന്നെ കുഴപ്പം? ഇവിടെ പറ്റുന്നില്ലെന്നേ. ഇവിടെയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചോദിക്കാനും പറയുമല്ലേ ഇവിടെ നടക്കത്തില്ല. ഇതെന്നെ വർത്താനാണ് നിങ്ങളീ പറയുന്നത്. ഫോണെന്തിനാ എല്ലാവരും ഉപയോഗിക്കുന്നത്? കുറ്റം പറയാൻ വേണ്ടിയാണോ? സംസാരിക്കാൻ വേണ്ടിയാണോ? ജയപ്രകാശ, നീയൊന്നും മിണ്ടാത്ത എന്താ? ഇവളുടെ കയ്യിലൊരു ഫോണിരുന്ന എന്നതാ പ്രശ്നം? എനിക്കും അമ്മയ്ക്കും ഫോണുണ്ടല്ലോ, പിന്നെന്തിനാ വെറുതെ വരണം? വെറുതെയാണോ? നീ ഓട്ടോ ഓടിക്കാൻ പോകുമ്പോൾ നിന്റെ ഭാര്യയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ ഉടനെ നിന്റെ അമ്മയെ വിളിച്ചിട്ട് ഫോൺ ഇവൾക്ക് കൊടുക്കാൻ പറയോ? അതിലെന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? ശിവരാജൻ ജയപ്രകാശിനെ തുറച്ചു നോക്കി. ഈ മൊബൈൽ ഫോണൊക്കെ എന്നാ ഉണ്ടായത്? അതിനു മുൻപും കല്യാണങ്ങളൊക്കെ നടക്കുകയും ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ഓരോരോ കുടുംബങ്ങളും ജീവിക്കുകയും ചെയ്തില്ലേ? സുഭദ്രയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ശിവരാജൻ ഒരു നിമിഷം പകച്ചു. അങ്ങനെ നോക്കിയാൽ പണ്ട് കറണ്ട് ഉണ്ടായിരുന്നു, ഗ്യാസ് ഉണ്ടായിരുന്നു, ഫ്രിഡ്ജും TV ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളിതൊക്കെ വേണ്ടാന്ന് വെച്ച് മണ്ണെണ്ണ വിളക്കും കത്തിച്ചാണോ വെട്ടം കാണുന്നത്? നിങ്ങളുടെ TVയും ഫ്രിഡ്ജും ഒന്നും ഉപയോഗിക്കുന്നില്ലേ? സുദർശന്റെ മറുചോദ്യം വന്നതോടെ സുഭദ്രയ്ക്ക് നാണക്കേടായി. പവിത്രയ്ക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു മൊബൈൽ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. സുഭദ്ര തന്റെ സ്വരം ഘടിപ്പിച്ചു. തർക്കിച്ചിട്ട് ഫലമില്ലെന്ന് ശിവരാജനും സുദർശനും മനസ്സിലായി. ഒട്ടും സന്തോഷത്തിലല്ല അവർ തിരിച്ചുപോയത്. ശിവരാജൻ സുദർശന്റെ വീട്ടിൽ ചെന്ന് ഉടനെ രമേശിനെയും സത്യാനന്ദനെയും അവിടേക്ക് വിളിച്ചു വരുത്തി. ഉടനെ ഒരു തീരുമാനം എടുക്കണം. ആ തള്ള ഭയങ്കര വിഷമാണ്. ഞങ്ങളവിടെ ചെന്നിട്ട് പവിത്രമ്മളോട് ഒരു വാക്കും മിണ്ടാൻ അവർ സമ്മതിച്ചിട്ടില്ല. ചെന്നപ്പം മുതൽ തിരിച്ചു പോകുന്നത് വരെ കയറി അങ്ങ് നിൽക്കുക മുന്നിൽ. അരിതാമ അന്താളിച്ചു പോയി. എന്താണ്ടായി പറയുന്നേ? ശിവരാജൻ എല്ലാം വിസ്തരിച്ചു പറഞ്ഞു. സത്യാനന്ദനും രമേശനും താടിക്ക് കൈയൊന്ന് വിഷണ്ണനായിരുന്നു. വേണ്ടായിരുന്നു അല്ലേ ശിവ? സത്യാനന്ദൻ മകനോട് പരിതപിച്ചു. ചേച്ചിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ രമേശൻ അരിതാമയെ കുറ്റപ്പെടുത്തി. അതിനിപ്പോൾ എന്നാ പറ്റിയെന്നാ നിങ്ങൾ പറയുന്നത്? എനിക്ക് അവളെ മൊബൈലിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് അവളെ കാണണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോയാൽ പോരെ? 15 മിനിറ്റ് മതിയല്ലോ. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് ആ സ്ത്രീ കയറിയിരിക്കാൻ പറഞ്ഞില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തന്നില്ല. പവിത്രമുള്ള ഒരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന്. ശിവരാജൻ രോഷമുണ്ട്. അതിനിപ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? കല്യാണം കഴിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് അവിടെ ഇട്ട് നരകിപ്പിച്ചിട്ടെന്ന് എനിക്ക് കേട്ടപ്പോൾ മുതൽ കലികേറി നിൽക്കുക. രമേശൻ തലമാന്തി അസ്വസ്ഥത പ്രകടിപ്പിച്ചു. നമുക്കെല്ലാവർക്കും കൂടി അവിടെ ചെന്ന് അവരോട് സംസാരിച്ചാലോ? അരിതാമയുടെ അച്ഛൻ സത്യാനന്ദൻ അഭിപ്രായപ്പെട്ടു. നമുക്കവരോട് പറയാം, ഇങ്ങനൊന്നും പറ്റത്തില്ല. ഒരു മൊബൈൽ കൊണ്ടു നടക്കുന്ന വലിയ കുറ്റമൊന്നുമല്ല. എല്ലാ വീട്ടിലും ഇങ്ങനെയാണ്. അപ്പോൾ ആർക്കാ മൊബൈൽ ഫോൺ ഇല്ലാത്ത? നാട്ടു നടപ്പിനനുസരിച്ച് പെരുമാറാൻ പറയാം. അവർ കടുകിടക്കത്ത് മാറത്തില്ലെന്ന്. ആ ജയപ്രകാശനാണെങ്കിൽ തള്ള പറയുന്നതിന് വേറൊരു മറുവാക്കില്ല താനും. നാട്ടുകാർ കേട്ടാൽ മുക്കത്ത് വിരൽ വെക്കുകയല്ലേ. നിനക്ക് ചുണയില്ലാണ്ടല്ലെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. നമുക്കവളെ തിരിച്ചു കൊണ്ടുവരാം, അതാ നല്ലത്. സത്യാനന്ദൻ നിരാശയെ പറഞ്ഞു. അച്ഛാ, രൂപ എത്ര ചെലവായതെന്നറിയോ കല്യാണത്തിന്?
ഞാൻ ഇവിടെ നിന്ന് വർഷങ്ങളായിട്ട് ഉറക്കളച്ച് തയ്ച്ചുണ്ടാക്കിയ പൈസയാണ്. ഉറുമ്പ് ശേഖരിച്ചുകൊണ്ട് വന്ന് കൂട്ടി വെക്കണ പോലെയല്ലേ ആ പൈസ തിരിച്ചു കിട്ടുമോ? 1.5 ലക്ഷം രൂപ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതിയോ? വേറെ കല്യാണം കഴിപ്പിക്കണ്ടേ? അതിനെവിടുന്ന് പൈസ ഉണ്ടോ? അത് മാത്രമല്ല, പിന്നെ അവൾക്ക് നല്ലൊരു കല്യാണാലോചന കിട്ടുമോ? 2ാം കല്യാണം ആയിപ്പോയില്ലേ? ബന്ധം പിരിയുന്നതിന് നാട്ടുകാരെന്ന് നമ്മളാന്ന് മറുപടി പറയും. നമ്മൾ എന്തു പറയും അവരോട്? മൊബൈൽ കയ്യിൽ വെക്കാൻ അമ്മായിയമ്മ സമ്മതിക്കാത്ത കാരണം ബന്ധം വേർപെടുത്തിയെന്നോ? അന്നേരം നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. മൊബൈൽ കിട്ടാഞ്ഞിട്ട് കെട്ടിയവനെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞ് കളിയാക്കും. എല്ലാം നോക്കണ്ടേ നമ്മൾ? അരുതാമ ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. അതിൽ ആത്മവിലാപവും കഷ്ടപ്പാടും ദുരിതവും തീരാത്ത കടമകളും അനിശ്ചിതമായ ഭാവിയും വേവലാതികളും എല്ലാം ഉണ്ട്. എല്ലാവരും മിണ്ടാട്ടം മുട്ടിയ പോലെ ഇരുന്നു. നമ്മളിപ്പോൾ ഇതിന്റെ പേരിൽ ഒരു വഴക്കിനൊന്നും പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അവർ രണ്ടുപേരും കൂടി വിരുന്നിന് വരുമല്ലേ? അന്നേരം ജയപ്രകാശിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവന്റെ മനസ്സ് മാറ്റിയെടുക്കാം. അതല്ല നല്ലത്. അല്ലാതെ കണ്ണു അടച്ചങ്ങോട്ട് എടുത്തു ചാടിയ നമ്മുടെ കൊച്ചിന് തന്നെയാണ് അതിന്റെ കേട്. അതോടെ പവിത്രയെ തിരികെ വിളിച്ചുകൊണ്ട് വരണമെന്നുള്ള അഭിപ്രായത്തിന് മുനയൊടിഞ്ഞു. ജയപ്രകാശിനെ എങ്ങനെ സ്വാധീനിക്കണമെന്നായി അവരുടെ ആലോചന. ഞണ്ടുകല്ലിൽ നിന്നും വന്നവർ വൈകുന്നേരത്തോടെ തിരിച്ചുപോയി. വിവാഹത്തിന്റെ 4ാം നാൾ ജയപ്രകാശും പവിത്രയും കൂടി ഓട്ടോറിക്ഷയിൽ വിരുന്നിനെത്തി. അവർക്ക് വേണ്ടി അജിതാമ്മ വിഭവസമൃദ്ധമായ ഊണൊരുക്കിയിട്ടുണ്ടായിരുന്നു. ഊണിന് ശേഷം സംസാരിക്കവേ സുദർശൻ മരുമകനോട് ചോദിച്ചു, നിനക്കൊരു ബൈക്ക് വാങ്ങിച്ചൂടായിരുന്നോ? വാങ്ങാൻ ലോണൊക്കെ കിട്ടുമല്ലോ. ഓട്ടോ ഉണ്ടല്ലോ, പിന്നെന്തിനാ? അല്ലേ, ഭാര്യയും കുട്ടി കറങ്ങാനൊക്കെ പോണെങ്കിൽ ഓട്ടോ ഒരു ഭംഗിയല്ലേ? ഇക്കാലത്ത് ഏത് ചെറുപ്പക്കാർക്കാ ഭംഗിയില്ലാത്ത? ഓട്ടോറിക്ഷ നമ്മുടെ തൊഴിലല്ലേ? അതുകൊണ്ട് സിനിമയ്ക്കും ടൂറിനുമൊക്കെ പോകുകയെന്ന് വെച്ചാൽ പൈസ വേണ്ടേ അച്ഛാ? വീട് വെച്ച കട ഇതുവരെ തീർന്നിട്ടില്ല. വേറെ വരുമാനമൊന്നുമില്ലല്ലോ. ഓട്ടോയെ ഒരേ ഒരു കറവ പശു. പിന്നെ സുദർശൻ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. പവിത്രയും ജയപ്രകാശും നല്ല അടുപ്പമുള്ള അയൽവീടുകളിൽ സന്ദർശനം നടത്തി. അവിടെയുള്ളവർക്കെല്ലാം പവിത്രയോടുള്ള ഇഷ്ടം കണ്ട് ജയപ്രകാശൻ അത്ഭുതമായി. അയൽവീട് സന്ദർശനങ്ങൾ കഴിഞ്ഞ് വൈകുന്നേരം പവിത്രയും ജയപ്രകാശും തിരികെ വീട്ടിലെത്തി. പവിത്ര ഡ്രസ്സ് മാറാനായി താൻ ഉപയോഗിച്ചിരുന്ന അലമാര തുറന്നു. അതിന്റെ തട്ടുകളിൽ ദീപയുടെ ഡ്രസ്സ്, ചില പഴന്തുണിക്കെട്ടുകൾ തുറന്ന് അവൾ ഉൾക്കിടലത്തോടെ നിന്നു. അമ്മ, അവൾ ഉറക്കപ്പെട്ട് വിളിച്ചു. അയതാമ്മ അവിടേക്ക് ചെന്നു. പവിത്ര അലമാരയിലേക്ക് തുറച്ചു നോക്കി നിൽക്കും. എന്റെ ഡ്രസ്സൊക്കെ എവിടെ അമ്മ? നടുക്കം മാറാതെ അവൾ അജിതാമ്മയെ നോക്കി. എന്റെ പട്ടുപാവടകൾ, എന്റെ സ്കൂൾ യൂണിഫോം എല്ലാം എടുത്തു മാറ്റിയോ? അതൊക്കെ ഇനി എന്തിനാ നിനക്ക്? രമേശിന്റെ ശിവന്റെ അപ്പച്ചിമാരുടെയൊക്കെ പിള്ളേർ വന്ന് ചോദിച്ചപ്പോൾ ഞാനതൊക്കെ പെറുക്കി കൊടുത്തു. പവിത്ര വിശ്വാസം വരാതെ അമ്മയെ നോക്കി. നിഷേധരൂപേണ തലയാട്ടി. അവൾ വീണ്ടും അലമാരയിലെ നോക്കി. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു വസ്ത്രങ്ങളും കൗതുക വസ്തുക്കളായി അടുക്കി വെച്ചിരുന്ന തട്ടുകൾ. എല്ലാ നിറങ്ങളിലുമുള്ള പട്ടുപാവാടയും ബ്ലൗസും അവൾക്കുണ്ടായിരുന്നു. അവയിൽ പലതും ഇട്ട് കൊതി തീർന്നിട്ട് പോലുമില്ല. പല നിറത്തിലുള്ള അണ്ടർസ്കേർട്ടുകളും മീതെ വിഷറിയുടെ ഞെറിവുകൾ പോലെ ധാരാളം ഞെറിയിട്ട് തയ്ച്ച ഷിഫോൺ സാരി പാവാടകളും അവൾക്കുണ്ടായിരുന്നു. അതാണിഞ്ഞ് മുറിയിലൊന്ന് വട്ടം ചുറ്റുമ്പോൾ ഞെറികൾ വിടർന്ന് അരയ്ക്ക് ചുറ്റും ഒരു വലിയ വർണ്ണകുടം വിരിയും. കഴിഞ്ഞ വർഷങ്ങളിലെ യൂണിഫോം എല്ലാം അലക്കി തേച്ച് മടക്കി സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഇടയ്ക്ക് അതെടുത്ത് മണത്തു നോക്കും. അപ്പോൾ ആ പോയ കാലത്തിന്റെ സ്മരണകൾ അതിന്റെ സുഗന്ധത്തോടെ അവൾക്ക് കിട്ടും. മിക്കവാറും എല്ലാ നിറങ്ങളിലുമുള്ള കുപ്പിവിളകൾ അവൾ നിധി പോലെ സൂക്ഷിച്ചിരുന്നു. ഒന്നുമില്ല, എല്ലാം വിലപ്പെട്ടതായിരുന്നു, അമൂല്യമായിരുന്നു. എന്താ മോളെ, നിനക്കിനി അതൊന്നും? പവിത്ര കറകണ്ണുകളുടെ അമ്മയെ നോക്കി. ഒന്നും മിണ്ടല്ലേ അമ്മ, എനിക്കിത് സഹിക്കാൻ വയ്യ. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അമ്മേ പ്ലീസ്. തേങ്ങിക്കൊണ്ട് പവിത്ര അമ്മയുടെ നേർക്ക് കൈകൂപ്പി. എന്നിട്ട് സർവ്വവും നഷ്ടപ്പെട്ട പോലെ ചുമരിലേക്ക് ചാരി നിന്നു. അയതാമ്മയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, എന്നെ ഈ വീട്ടിൽ നിന്ന് വിറ്റ് കളഞ്ഞതല്ലേ? കരച്ചിൽ പൊട്ടിയിട്ട് അവൾ വായി കുത്തി. ഞാനോർത്തു. വേണ്ട. പവിത്ര കൊച്ചു കുട്ടിയെ പോലെ ചിണുങ്ങി. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അവൾ നിലത്തേക്കിരുന്നു. കാൽമുട്ടുകളിലേക്ക് മുഖം കുനിച്ചിരുന്ന് ശബ്ദമില്ലാതെ കരഞ്ഞു. സീനിയർ സ്റ്റുഡൻസ് മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ജിബിയും കൂട്ടരും അങ്കലാപ്പിലായി. ഇന്നുകൊണ്ടോ റാഗിങ്? അതിന്റെ കാഠിന്യം കുറഞ്ഞു വരികയായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബസ്സിൽ നഴ്സിംഗ് സ്കൂളിലേക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള കലാപരിപാടികൾ മാത്രമേ അവശേഷിച്ചിരുന്നു. സീനിയർ ചേച്ചിമാർ ജൂനിയേഴ്സിനെ കൊണ്ട് പാട്ടുകൾ പഠിക്കും. ഏതെങ്കിലും ഒരു സിനിമയുടെ പേര് രഹസ്യമായി പറഞ്ഞു കൊടുത്തിട്ട് അതിലൊരു ഭാഗം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറയും. അഭിനയം കാണുന്നവർക്ക് സിനിമയുടെ പേര് പറയാൻ കഴിയണം. ജിബിയ മിക്കപ്പോഴും ചെറുചിരിയോടെ മാത്രമേ എല്ലാവരോടും സംസാരിക്കാറുള്ളൂ. നിനക്ക് ഇച്ചിരി ചിരി കൂടുതലാണ്, അതുകൊണ്ട് നീ ഇന്നിവിടെ മുതൽ കോമ്പൗണ്ടിൽ എത്തുന്നവരെ ചിരിച്ചുകൊണ്ടിരിക്കും. വാ കൂട്ടരുത്. ഒരു സീനിയർ ചേച്ചി ജിബിയുടെ ഇന്നലെ കൊടുത്ത ശിക്ഷ അതായിരുന്നു. അത് കേട്ടപ്പോൾ നിസാരമെന്ന് തോന്നിയെങ്കിലും 15 മിനിറ്റോളം തുടർച്ചയായി വായി പൂട്ടാതെ പല്ലടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഠിന്യം എത്രയെന്ന് ജിബിയയ്ക്ക് ബോധ്യമായി. ആരും പേടിക്കണ്ട, റാഗിങ്ങിനൊന്നല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. നാളെ ഫ്രഷേഴ്സ് ഡേ ആണെന്ന് അറിയാലോ. എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. റാഗിങ്ങിന്റെ അവസാന ദിവസം. നാളെ നിങ്ങൾ ചില ഐറ്റങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. റെഡിയായി വന്നേക്കണം. അവിടെ വന്നിട്ട് അറിയില്ല ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കാലെ പിടിച്ച്
ഞങ്ങൾ സ്റ്റെയർ കേസ് വഴി താഴോട്ടെ വലിച്ചുകൊണ്ട് നടക്കും. പറഞ്ഞതെല്ലാവരും കേട്ടപ്പോൾ മുന്നറിയിപ്പ് കേട്ട് സീനിയർ കുട്ടികൾ പോയപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നിച്ചു നിന്നു. ദൈവമേ, ഇന്ന് രാത്രി അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു. ജബിയ മുകളിലേക്ക് നോക്കി കൈകൂപ്പി. പിറ്റേന്ന് ഓഡിറ്റോറിയത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഒത്തുകൂടി. പുതിയ ബാച്ചിലുള്ളവർക്ക് നിർദ്ദേശം നൽകിയും അനുസരിപ്പിച്ചും സീനിയേഴ്സ് തിക്കിത്തിരക്കി നടന്നു. നൃത്തം അറിയാത്തവർ നൃത്തം ചവിട്ടി. നാടകം കണ്ടിട്ട് പോലും ഇല്ലാത്തവർ നെടുങ്കൻ നാടക ഡയലോഗുകൾ പറഞ്ഞു. ബാത്റൂമിൽ പോലും പാട്ട് മൂളിയിട്ടില്ലാത്തവർ പാട്ട് പാടിച്ചു. ജിബിയയ്ക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന ഒരു കൽപ്പനയായിരുന്നു. കറുത്തു മെലിഞ്ഞ ഒരു കന്നഡ പയ്യനെ ചൂണ്ടിക്കാട്ടിയിട്ട് അവന്റെ മുന്നിൽ ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തണം. സ്നേഹം തുറന്നു പറയണം. ജിബിയ അല്പനേരം അറച്ചു നിന്നു. അനുസരിക്കുകയല്ലാതെ ഗത്യന്തരമില്ലായിരുന്നു. കന്നഡക്കാരൻ സീനിയർ സ്റ്റുഡന്റിന്റെ അടുത്ത് നിന്ന് അവൾ ചോദിച്ചു, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, എന്നെ കല്യാണം കഴിക്കാൻ കഴിയുമോ? കന്നഡക്കാരൻ കണ്ണുപിടിച്ച് അവളെ നോക്കി. അവനൊന്നും മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ പറ, ഇംഗ്ലീഷിൽ നിന്ന് ഐ ലവ് യു എന്ന്. അവന്റെ കൈ പിടിച്ച് ഉമ്മ കൊടുക്ക്, സീതാ ജെയിംസ് ആജ്ഞാപിച്ചു. ജിബിയ അവന്റെ കൈത്തലം പിടിച്ചെടുത്ത് മുഖത്തോടടുപ്പിച്ചു. എന്നിട്ട് വിൽ യു മാരി മീ, ഐ ലവ് യു. തുടർന്ന് കരഘോഷം, കൂട്ടച്ചിരി. ജിബിയ വിളറി വെളുത്തു, തല കുമ്പിട്ടു. എന്തായാലും ആ ദിവസത്തോടെ റാഗിംഗ് എന്ന പീഡനം അവസാനിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പുതിയ ബാച്ചുകാരെ ഞെട്ടിച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രഖ്യാപനം വന്നു. പുതിയ ബാച്ചിലുള്ള 60ഓളം സ്റ്റുഡൻസിന് ജ്യോതിപുരത്തേക്ക് മാറ്റുകയാണ്. പിറ്റേന്ന് സ്കൂൾ പെട്ടെന്ന് ഊഹഭോഗങ്ങൾ വ്യാപിച്ചു. അവിടുത്തെ ഹോസ്റ്റൽ വലുതാണെങ്കിലും വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഹോസ്റ്റൽ. അങ്ങോട്ടുള്ള റോഡ് വിജനമാണ് എന്നൊക്കെ ജിബിയ അതറിഞ്ഞതിൽ മുതൽ ആദി കയറി. അവൾ അടുത്ത ദിവസം തന്നെ ജെയിംസിനെ കണ്ട് കൂടുതൽ വിവരങ്ങൾ തിരക്കി. ഞാനന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് കാര്യം. ഇവിടുത്തെ സീറ്റെല്ലാം ഫുള്ളായി. ഈ സ്കൂളിന് അനുവദിക്കുന്ന സീറ്റുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. മാനേജ്മെന്റ് പെട്ടെന്ന് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തല്ലിക്കൂട്ടി ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് മാറ്റും. അതിനുശേഷം ഗവൺമെന്റ് അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കും. അവിടെയും കുറേ സീറ്റുകൾ അലോട്ട് ചെയ്ത് കിട്ടും. അവിടെ ഇവിടത്തേക്കാൾ മോശമാണെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ ശരിയായിരിക്കും. ഒരു കോമ്പൗണ്ട് ലീസിനെടുത്തിട്ട് മുള്ളുവേലി കിട്ടും. കുറേ ഷെഡുകൾ പെട്ടെന്ന് തട്ടിക്കിട്ടും. അപ്രൂവൽ കിട്ടുന്നത് പോലെ ആയിരിക്കും, ഭാഗ്യം പോലെ. ജയ്സൺ പറഞ്ഞു. വീട്ടിലെന്തോ പറയും, പപ്പ ഇല്ലാത്ത കാശുണ്ടാക്കി അയച്ചതാ. സാരമില്ലെന്നേ, ശരിയാവും. മിക്കവാറും അംഗീകാരം കിട്ടിയേക്കും. മാനേജ്മെന്റ് പൈസ ഇറക്കിയിട്ട് നടത്തുന്ന ബിസിനസ്സല്ലേ. ജെയ്സൺ സമാധാനിപ്പിച്ചു. ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ വരണോ? ജെയ്സൺ പുഞ്ചിരിച്ചു. ജിബിയ വിളറി. അല്ല, നിങ്ങളുടെ ബാച്ച് അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ സീനിയേഴ്സ് അല്ലേ, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണ സാധ. പക്ഷേ കഷ്ടമാണല്ലോ. എന്തേലും ഒരു കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ കയ്യിൽ, വിളിച്ചാൽ മതി. ജെയ്സൺ ചെറുചെറിയോടെ പറഞ്ഞു. ജിബിയ ആലംബം നഷ്ടപ്പെട്ടവളെ പോലെ അവനെ നോക്കി നിന്നു. 2 ദിവസത്തിന് ശേഷം ജിബിയ അടക്കമുള്ള പുതിയ ബാച്ചിനെ ജ്യോതിപുരത്തേക്ക് മാറ്റി. എല്ലാം പാക്ക് ചെയ്ത് റൂംമേറ്റ്സിനോട് യാത്ര പറഞ്ഞ് സ്കൂൾ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ജിബിയയ്ക്ക് എന്തെന്നില്ലാത്ത ഭീതി തോന്നി. സാധന സാമഗ്രികൾ കെട്ടിപ്പെറുക്കാനുള്ള പുറപ്പാട് തന്നെ കഠിനമായിരുന്നു. കമ്പിവേലി കെട്ടിയ വലിയ കൃഷിയിടത്തിന് നടുവിലൂടെയുള്ള പൊളിഞ്ഞ ടാർ റോഡ് വലിയ ഇരുമ്പു ഗേറ്റിന് മുന്നിൽ അവസാനിച്ചു. വിശാലമായ കോമ്പൗണ്ട്, നീണ്ട 4 കെട്ടിടങ്ങൾ, ചതുരാകൃതിയിൽ പണിതുണ്ടാക്കിയ ഹോസ്റ്റൽ, മേൽവണ്ണ് ഉഴുതു മറിച്ചതുപോലെ വലിയൊരു നടുമുറ്റം. താമസിക്കാനുള്ള മുറി കണ്ടതും ജിബി അന്തം വിട്ടു. 2 വശങ്ങളിലായി 12 ഡബിൾ ഡെക്കർ കട്ടിലുകൾ. 24 പേർക്ക് താമസിക്കാൻ ഒരു മുറി. വലിപ്പം ഒരു സാധാരണ ഡബിൾ റൂമിന്റെ ഇരട്ടി മാത്രം. 2 ദിവസത്തിനു ശേഷം ജെയ്സൺ ജിബിയെ ഫോണിൽ വിളിച്ചു. പുതിയ താമസസ്ഥലം എങ്ങനെയാണെന്ന് തിരക്കി. കുഴപ്പമില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ ജിബിയ ഒടുവിലായപ്പോഴേക്കും തൊണ്ടയിടറി കരഞ്ഞുപോയി. 24 പേർക്ക് 3 കോമൺ ബാത്റൂം. ഒരാൾ ഇറങ്ങാൻ വേണ്ടി വാതിക്കൽ വെയിറ്റിംഗ് 3 പേർ. ഓരോരുത്തരും കുളിച്ചിട്ട് ആ വെള്ളം ഒഴുകിപ്പോകാനുള്ള ടൈമില്ല. പാദം മൂടുന്ന സോപ്പ് വെള്ളത്തിൽ നിന്നുണ്ട കുളി. എത്ര പേരുടെ അഴുക്കും എണ്ണയും സോപ്പും കലങ്ങിയ വെള്ളമാണ്. ഒരു വൃത്തിയില്ല. തോർത്ത് വിരിച്ചിടാൻ സ്ഥലമില്ല. മുഷിഞ്ഞത് തന്നെ എടുക്കുക. ഇനി വീട്ടിൽ ചെല്ലണം അലക്കണമെങ്കിൽ. ചുറ്റും കൃഷിത്തോട്ടവാ. രാത്രിയായ റൂമിൽ പ്രാണിശല്യം. അത് കാരണം ലൈറ്റ് ഇടാൻ വയ്യ. കൊതുകിന്റെ ശല്യം വേറെ. എനിക്ക് പഠിക്കണ്ട, ചത്താ മതി എന്ന് തോന്നുക. സാരമില്ല, ശരിയാകും. നമ്മളെല്ലാം സർവൈവ് ചെയ്യേണ്ടവരാ. സഹനശക്തി കൂടാനുള്ള കോഴ്സാണെന്ന് വിചാരിക്കും. നമുക്കിതിൻ്റെ ആവശ്യം വരും. ജെയ്സൺ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അധ്യായം 12. വിരുന്നിന് ഞണ്ടുകല്ലി തറവാട്ടിലെത്തിയതായിരുന്നു ജയപ്രകാശും പവിത്രയും. 3 കൊച്ചുമുറികളുള്ള തകര ഷീറ്റ് മേഞ്ഞ വീട്. അവിടുത്തെ സൗകര്യങ്ങൾ കൊണ്ടല്ല പവിത്ര ആ വീടിനെ അളന്നത്. അവിടെയുള്ളവരെ സ്നേഹം കൊണ്ടാണ്. അമ്മ വീട് അവളെ സംബന്ധിച്ചിടത്തോളം സ്വർഗവീണമാണ്. മുത്തശ്ശൻ, മുത്തശ്ശി, മാമന്മാർ, അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും അയൽപക്കങ്ങളിൽ തന്നെ താമസിക്കുന്നു. അമ്മ വഴിയുള്ള ബന്ധുജനങ്ങൾ. പവിത്രയും ജയപ്രകാശും കൂടി സത്യാനന്ദന്റെ വീട്ടിൽ വിരുന്നിന് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ആൾക്കാരൊക്കെ കാണാൻ വന്നവർ പവിത്രയുടെ കവളത്തും താടിത്തുമ്പിലും തൊട്ട് പുന്നരിച്ചിട്ട് ജയപ്രകാശിനോട് പറഞ്ഞു, ഞങ്ങളുടെ പൊന്നാണ് കേട്ടോ. ഒന്നും പറഞ്ഞില്ലെങ്കിലും അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. സത്യാനന്ദനും മക്കളും
മറ്റു കുടുംബാംഗങ്ങളും സ്നേഹത്തിലും വാത്സല്യമാണ് പ്രകാശിനോട് പെരുമാറിയത്. പവിത്രയും ജയപ്രകാശും അന്നവിടെ താമസിച്ചു. അവർക്ക് ഓരോ നേരവും വീട്ടുകാർ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. രാത്രി അത്താഴം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ സത്യാനന്ദൻ ജയപ്രകാശിനോട് ചോദിച്ചു, അജിത പവിത്രയ്ക്ക് വാങ്ങിക്കൊടുത്ത ഫോണ് തിരിച്ചു കൊടുത്തയച്ചെന്നാ. പ്രകാശിന്റെ അമ്മ അജിതയെ വിളിച്ച് തട്ടിക്കയറിയെന്നൊക്കെ കേട്ടു. ഇതൊക്കെ ശരിയാണോ മോനെ? പവിത്ര സ്വന്തമായിട്ട് മൊബൈൽ കയ്യിൽ വെക്കണ്ടെന്ന് അമ്മ പറഞ്ഞു. അത്രയേ ഉള്ളൂ. അവിടുത്തെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയാണോ മൊബൈൽ കൊടുത്തു വിട്ടെന്ന് പ്രകാശിന്റെ അമ്മ അജിതയോട് ചോദിച്ചല്ലോ. ഇങ്ങനെയൊക്കെയാണോ മോനെ ബന്ധുക്കൾ തമ്മിൽ സംസാരിക്കേണ്ടത്? അമ്മയുടെ ഒരു രീതി അങ്ങനെയാ. അതത്ര നല്ലതല്ലല്ലോ. 21-ാം നൂറ്റാണ്ടിലല്ലേ മോനെ ഇത്? കല്യാണം കഴിച്ച് ഒരു പെണ്ണിന്റെ കയ്യിൽ മൊബൈൽ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അമ്മയ്ക്കിഷ്ടമല്ല, അതാ. ജയപ്രകാശ് അസ്വസ്ഥനായി. നീ ഓട്ടോറിക്ഷയും കൊണ്ട് നടക്കുന്നവനാ. എപ്പോഴെങ്കിലും പവിത്ര മോളെ ഒന്ന് വിളിക്കണമെന്നോ, നീ ചോറുണ്ടോടി, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അവളുടെ കയ്യിലും മൊബൈൽ വേണ്ടേ? അമ്മയുടെ കയ്യിലുണ്ടല്ലോ, ഞാൻ അതിലോട്ട് വിളിച്ചു ചോദിച്ചോളാം. നിനക്ക് നിന്റെ ഭാര്യയെ വിളിച്ച് ഒരു സ്വകാര്യം പറയണമെങ്കിൽ? ശിവരാജൻ ചോദിച്ചു. അമ്മയ്ക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം വീട്ടിൽ നടക്കത്തില്ല. അമ്മയല്ല എന്നെ വളർത്തിയത്. ജയപ്രകാശിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലായി. വാശി പിടിക്കാതിരുന്നാൽ മതി, അമ്മ കുറെ കഴിയുമ്പോൾ സമ്മതിച്ചോളും, ജയപ്രകാശ് കൂട്ടിച്ചേർത്തു. എന്നാലും നിനക്ക് കല്യാണം കഴിച്ച കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ അമ്മമാരും ഇങ്ങനെയാണോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. എന്നെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, മറ്റുള്ളവർ കളിയാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീയല്ലേ കുടുംബച്ചെലവ് നടത്തുന്നത്, അമ്മയല്ലല്ലോ. ശിവരാജൻ ചോദിച്ചു. എനിക്കും ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ കുറേ വഴക്കുണ്ടാക്കിയിട്ടുള്ളതാ. ഞാൻ പറയുമ്പോൾ അമ്മ 10 പറയും. വഴക്കിന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ശൗര്യം 10 ഇരട്ടിയാണ്. ജയപ്രകാശ് സത്യാവസ്ഥ വെളിപ്പെടുത്തി. നീ വിഷപ്പിക്കുമല്ലോ മോനെ, അമ്മയുടെയും ഭാര്യയുടെയും നടക്കുന്നുണ്ട്. അമ്മയോട് വഴക്കിന് ചെല്ലാണ്ടിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. വഴക്കുണ്ടാക്കുന്നത് നമ്മളല്ലല്ലോ, അമ്മയല്ലേ, രമേശൻ ചോദിച്ചു. അമ്മ പറയുന്നത് അംഗീകരിച്ചാൽ പിന്നെ ഒരു പ്രശ്നമില്ല, ജയപ്രകാശൻ പറഞ്ഞു. ഇനി അയാളോട് തർക്കിക്കാൻ മുതിരാതെ സത്യാനന്ദനും ആൺമക്കളും സംഭാഷണം നിർത്തിക്കളഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലുള്ളവരുടെ യാത്ര പറഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ ശിവരാജന്റെ ഭാര്യ ഇന്ദിര രണ്ടുപേരോടുമായി പറഞ്ഞു, അടുത്ത മാസം എൻ്റെ ഏട്ടൻ്റെ മോളുടെ കല്യാണം, രണ്ടുപേരും വരണം. ഇവിടെ വെച്ച് ക്ഷണിച്ചു എന്ന് വിചാരിക്കണ്ട കേട്ടോ, വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചോളാം. തീരയ്ക്ക് അന്നേരം പറയാം. നിശ്ചയവും കല്യാണം അടുത്തടുത്ത് തന്നെയാണ്. വരാമെന്ന് ജയപ്രകാശ് മൂളിയും തലയാട്ടിയും സമ്മതിച്ചു. അവർ പോകാനിറങ്ങിയപ്പോൾ 3 വീടിനപ്പുറം താമസിക്കുന്ന കല്യാണ മുത്തശ്ശി കാണാനെത്തി. കൊച്ചുമകൾ അവരെ താങ്ങി പിടിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇന്നലെ മുതലേ പറയണതാ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന്. എണീക്കാൻ വയ്യായിരുന്നു, ചുമയും വലിവും. കഷായം കുടിച്ചുകൊണ്ടിരിക്കുവാന്നേ. ഇന്ന് ഇത്തിരി സന്തോഷവും ആശ്വാസവും തോന്നി. കണ്ട നോട്ടം കണ്ട, ഒരുപാട് കാലം കാണാത്ത പോലെ. കല്യാണി മുത്തശ്ശി കൊച്ചുമകൾ സിന്ധു പവിത്രയോട് പറഞ്ഞു. കല്യാണി മുത്തശ്ശി അരികെ വന്ന് പവിത്രയുടെ അടിമുടിയൊന്ന് നോക്കി. അവരുടെ കൺകുഴികളിൽ വെള്ളം നിറഞ്ഞു. പവിത്രയുടെ മുഖം കയ്യിലെടുത്ത് എത്തിക്കുത്തി നെറുകയിലൊരു മുത്തം കൊടുത്തു. പവിത്ര ആ വദ്യവയോധികയെ സ്നേഹാദിത്യത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എല്ലാം കണ്ടുവന്ന ജയപ്രകാശിനോട് മുത്തശ്ശി പറഞ്ഞു, എൻ്റെ കയ്യിൽ കിടന്ന ഈ കുഞ്ഞ് കണ്ണു തുറന്നത്, തിരുമ്മി കുളിച്ചതും നോക്കിയതൊക്കെ ഞാനാ. ജയപ്രകാശ് തലയാട്ടി. എവിടെ എത്തണ്ട കുഞ്ഞാ, ബാക്കിയുള്ളവരുടെ പിടിപ്പ് കണ്ടില്ലേ? ഓട്ടോറിക്ഷയിൽ ഞണ്ടുകല്ലിൽ നിന്ന് തിരിച്ച് പോകുമ്പോൾ ജയപ്രകാശ് ചോദിച്ചു, ആ കിളവി അവസാനം എന്തോന്ന് വർത്താനാ പറഞ്ഞത്? ഞെട്ടിയതുപോലെ പവിത്ര അയാളെ നോക്കി. എന്നതാ പ്രകാശ് ഏട്ടാ, എവിടെ എത്തേണ്ട കുഞ്ഞാണെന്ന്? നിനക്ക് ഏതാണ്ട് അത്യാഹിതം സംഭവിച്ച മട്ടിലാണല്ലോ ആ പറച്ചിൽ. അവർക്കൊക്കെ എന്നെപ്പറ്റി വലിയ പ്രതീക്ഷയായിരുന്നു പ്രകാശ് ഏട്ടാ. ഞാൻ പഠിച്ച് വലിയ നിലയിലെത്തുന്നു. വലിയ നിലയിലൊക്കെ ഫോട്ടോയിലുണ്ട്, അല്ലെങ്കിൽ പാലായി പോയാൽ മതി. പൂഞ്ഞാറിലും ഒരു 4 വരെ നിലയൊക്കെ ഉണ്ട്. ജയപ്രകാശ് കളിയാക്കി. അതല്ല പ്രകാശ് ഏട്ടാ, ഞാൻ ഡോക്ടറോ വക്കീലോ കലക്ടറോ ഒക്കെ ആവുമെന്ന് അവരൊക്കെ കരുതിയത്. അത്രയും നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല ബുദ്ധിയുണ്ടായിരുന്നു. പിന്നെ കലക്ടർ, പൊട്ടത്തരം പറയുന്നതിന് ഒരു അതിര് വേണ്ടായോ? പവിത്രൻ തർക്കിക്കാൻ പോയില്ല. ഒരു കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു, അതിവിശാലമായ തൻ്റെ ലോകവും സമ്മോഹനങ്ങളും സ്വപ്നപാതകളും നഷ്ടപ്പെട്ട് സദാ കലഹത്തിൻ്റെ കലാപക്കൊടി ഉയർത്തിപ്പിടിച്ച ദ്രോഹബുദ്ധിയോടെ അമ്മായിയമ്മ കാവൽ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാരൻ്റെ അടുക്കളയിലേക്ക് തൻ്റെ ജീവിതം ചുരുട്ടിക്കുട്ടി എറിഞ്ഞിരിക്കുകയാണ് വിധി. ഇനി തനിക്ക് മോചനമുണ്ടോ? ഇല്ല. ഓട്ടോ പഞ്ചായത്ത് പടിയിലെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അജിതാമ്മയും സുദർശനും വിഷ്ണുവും ദീപയും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അജിതാമ്മ ഞണ്ടുകല്ലിലെ വിരുന്നു വിശേഷങ്ങൾ ചോദിച്ചു. അടുത്ത ദിവസം ഇടമറുകിലെ മാങ്കൊമ്പിലും വിരുന്നു പോകുന്ന കാര്യം അജിതാമ്മ ഓർമ്മിച്ചു. ജയപ്രകാശിനെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അജിതാമ്മ പറഞ്ഞു, അവരോട് ചോദിക്കുക, മരുമോനെ കയ്യിലിട്ട് കെട്ടിയപ്പോൾ സന്തോഷമായില്ലേന്ന്. അമ്മ വെറുതെ തമാശയ്ക്കും ചോദിച്ചതായിരിക്കും. ജയപ്രകാശ് അത് നിസ്സാരമാക്കി. ഇതൊക്കെയാണോ തമാശ? അജിതാമ്മയുടെ പരിഭവം അലിഞ്ഞില്ല. എങ്കിലും ജയപ്രകാശിനോട് അവർ സ്നേഹത്തോടും മതിപ്പോടും കൂടിയാണ് പെരുമാറിയത്.
ഇടയ്ക്ക് അയതാമ ജയപ്രകാശിനോട് പറഞ്ഞു, പവിമോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അതൊക്കെ തിരുത്തി കൊടുക്കണേ മോനെ, അവൾക്കൊന്നും അറിയില്ല, സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമല്ലായിരുന്നു. പവിത്രയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോഴൊക്കെ അജിതാമ ഉപേക്ഷിച്ചു. ആ മൊബൈലിൻ്റെ കാര്യങ്ങൾ മറന്നേക്ക്. മൊബൈലൊന്നും ഇല്ലാത്ത കാലത്തും കല്യാണം കഴിച്ചോളാം നിൻ്റെ അമ്മ. നല്ല കുഴപ്പമുണ്ടായ മനസ്സുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, അത്ര തന്നെ. ജയപ്രകാശിൻ്റെ അമ്മയെ എതിർത്തുകൊണ്ട് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അനുസരിക്കല്ലേ നിവൃത്തിയുള്ളൂ. കഴിയുന്നിടത്തോളം അവർക്ക് സന്തോഷം തോന്നുന്ന പോലെ പെരുമാറണം. കുറച്ചൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും വേണം. പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണം. പവിത്ര ആ ഉപദേശമൊക്കെ നിശബ്ദമായി കേട്ടു. 4-ാം ദിവസം വിരുന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വലിയ കർട്ടൺ ബോക്സിൽ പലഹാരങ്ങൾ നിറച്ച് അയതാമ ഓട്ടോറിക്ഷയിൽ വെച്ചു കൊടുത്തു. നെയ്യപ്പം, മച്ചപ്പം, ലഡു, ജിലേബി, ഹൽവ എന്നിവയൊക്കെ ഓരോ ബോക്സ് നിറയുണ്ടായിരുന്നു. ജയപ്രകാശും പവിത്രയും സുഭദ്രയും വീട്ടിൽ തിരിച്ചെത്തി. സുഭദ്ര രണ്ടുപേരോടും മിണ്ടാതെ മുഖം വീർപ്പിച്ചിരുന്നു. അമ്മയുടെ കുരങ്ങ് ചത്തുപോയോ? ജയപ്രകാശ് തമാശ വിട്ടു ചോദിച്ചു. എൻ്റെ കുരങ്ങ് ഒരു പെണ്ണിനെ കെട്ടിയപ്പോൾ പെറ്റ തള്ളിയെ വലിച്ചെറിഞ്ഞ് നാട് തുറ്റാൻ പോയതല്ലേ? സുഭദ്ര മുഖത്തടിച്ച പോലെ പറഞ്ഞു. അമ്മ എന്നതാ പറയുന്നത്? അമ്മയ്ക്ക് വല്ല ബോധമുണ്ടോ? നാട്ടു നടപ്പിനനുസരിച്ച് വിരുന്ന് പോയതല്ലേ ഞങ്ങൾ. വിരുന്ന് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പലഹാരങ്ങൾ അയൽവീടുകളിൽ വിതരണം ചെയ്യണമായിരുന്നു പവിത്രയ്ക്ക്. അയതാമ ആ കാര്യം ഓർമ്മിക്കുകയും ചെയ്തു. പക്ഷെ സുഭദ്രയോട് പറഞ്ഞപ്പോൾ ആർക്കും ഒന്നും കൊടുക്കണ്ട എന്ന് ദേഷ്യപ്പെട്ടു. അതെല്ലാം വെച്ചിരുന്ന കേടായി പോകുമല്ലോ അമ്മേ. ആ പൊയ്ക്കോട്ടെ. 4 ദിവസം കഴിഞ്ഞപ്പോൾ നെയ്യപ്പം കനച്ച് കട്ടയായി. 2 വലിയ ഏത്തക്കൊല പഴുപ്പിച്ച് കൊടുത്തയച്ചതിൽ 3/4 പങ്കും പഴുത്തളഞ്ഞുപോയി. അതെല്ലാം ജയപ്രകാശ് തൊടിയിൽ കുഴിച്ചിട്ടു. അടുത്ത ദിവസം സുഭദ്ര അയൽപക്കത്തെ സരോജനയോട് പറയുന്നത് കേട്ട് പവിത്ര ഞെട്ടിപ്പോയി. പവിത്രയുടെ വീട്ടുകാർ ഒരു മര്യാദയില്ലാത്ത കൂട്ടരാ. വിരുന്ന് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പലഹാരങ്ങൾ കൊടുത്തുകൊണ്ടേ. പേരിന് മാത്രം 5-6 ജിലേബിയും ഏത്തപ്പഴം. അത് ഞങ്ങൾക്ക് പോലും തികഞ്ഞില്ലെന്നേ. ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചക്കള്ളം പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പവിത്രയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ ജയപ്രകാശിനോട് പരാതി പറഞ്ഞപ്പോൾ അയാളത് നിസ്സാരമാക്കി. ഓ, അമ്മയുടെ സ്വഭാവം അങ്ങനെ. അതവിടെ അവളുടെ പരിഭവത്തിന്റെ മുനയൊടിഞ്ഞു. ഞണ്ടുകല്ലിൽ നിന്നുള്ള ഒരു ദിവസം ശിവരാജനും ഭാര്യയും ഇന്ദിരയും കൂടി കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നു. പ്രിയമുള്ളവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ നോവലിന്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒരേ സമയം പവിത്രയുടെയും ജിബിയുടെയും ജീവിതം പറഞ്ഞുകൊണ്ടാണ് ഈ നോവൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.